അപ്പോൾ റെഡി ആയി കഴിഞ്ഞ് ഇനി നമുക്ക് കോളേജിലേക്ക് പോവാം. ഹോസ്റ്റലിൽ കോളേജിലേക്ക് വലിയ ദൂരമൊന്നുമില്ല, പിന്നെ അടുത്ത്. അങ്ങനെ റെഡി ആയാലൊക്കെ കഴിഞ്ഞ് കണ്ണാടിയൊക്കെ ഒന്ന് നോക്കി. എന്താ അറിയില്ല, റെഡി ആയി കഴിഞ്ഞാൽ കുറച്ചധികം സമയം കണ്ണാടീൻ്റെ മുന്നിൽ നിൽക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാണോ അതുപോലെ നിൽക്കാൻ? എന്നെപ്പോലെയുള്ള ആൾക്കാരുണ്ടോ ഗൈസ്? അത് കഴിഞ്ഞ് ഞാൻ നേരെ കോളേജിലേക്ക് പോകണമല്ലോ. അപ്പോൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഴിഞ്ഞ് നേരെ ക്യാൻറ്റീനിലേക്ക് പോവുകയാണ്. ലിഫ്റ്റൊക്കെ വന്നു, നേരെ ക്യാൻറ്റീനിലേക്കാണ് പിന്നെ പോയത്. പിന്നെ നിങ്ങൾ എനിക്ക് കാണാൻ പോകുന്നത് ലിഫ്റ്റിൻ്റെ അകത്തുള്ള എൻ്റെ പ്രവർത്തനങ്ങളൊക്കെയാണ്. ലൈക്ക് ചില ദിവസം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും ക്ലാസ്സിന് പോകാൻ. അങ്ങനെയുള്ളൊരു ദിവസത്തെ വ്ളോഗാട്ടോ ഇന്ന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഫുഡ് കഴിച്ചു, നമ്മൾ സ്റ്റെയർ ഇറങ്ങുന്നു. പിന്നെ നേരെ ക്ലാസ്സിലെത്തി. അപ്പോഴത്തേക്ക് ഓരോരാളായി ക്ലാസ്സിലേക്ക് വരാൻ തുടങ്ങി. ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മളെ ക്ലാസ് ഭയങ്കര ജോളിയാട്ടോ. ഇങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ചെയ്യും, എടുത്തു പൊക്കുന്നു, കറക്കുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് നമ്മളത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ലൈബ്രറിയിൽ പോയി കുറച്ച് നോട്ട്സൊക്കെ എഴുതാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മളൊന്ന് റെഫർ ചെയ്ത് എഴുതിയൊക്കെ എടുത്ത് നേരെ ഗൈസ് ഇന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി എ ബ്ലോക്കിലേക്ക് പോവുകയാണ്. ഇപ്പൊ പോകുന്ന വഴിയാണ്. നമുക്ക് നമ്മളെ ക്യാമ്പസ് വെച്ച ഒരു വലിയ ക്യാമ്പസാണ്. സോ ഇവിടെ എ ബ്ലോക്ക്, ബി ബ്ലോക്ക്, അങ്ങനെ ബ്ലോക്കൊക്കെ ഉണ്ട്. എന്താ പറയുക, ഒരു സൈഡ് മറ്റൊരു സൈഡ്. നമ്മൾ പോവുകയാണ്. അറബി ക്ലാസ് ഫുള്ളുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല, കാരണം ക്യാമറയിൽ വരാൻ ഇഷ്ടമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. ഗൈസ് നമ്മളിപ്പോൾ ആരോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചീത്തയൊക്കെ വിളിച്ചിട്ട് വരുവാണ്. അസ്റ്റാണ് ചീത്ത വിളിച്ചത്, നമ്മളല്ല. ഇങ്ങനെയായ നമ്മ എങ്ങനെ ജീവിക്കും? നിനക്ക് എന്താ പറയാനുള്ളത് ഈ കോളേജിനെ കുറിച്ച്? ഡിപ്രഷൻ അതൊക്കെ ഇങ്ങനെ പലതരത്തിൽ വെറുതെ പറയുന്നതാണ്. ലൈക്ക് ക്ലാസ്സിൽ നമുക്കൊരു തമാശക്ക് വേണ്ടി നമ്മൾ ഇങ്ങോട്ടും കളിയാക്കുന്ന ഓരോ കാര്യങ്ങളാണ്, വേറൊന്നുമല്ല. അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതൊക്കെയാണ്. അങ്ങനെ നമ്മളെ വന്ന പരിപാടി അങ്ങ് നടത്തി. ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് മന്തി, നമ്മൾ ഓർഡറാക്കിയ മന്തി അങ്ങ് വന്നിട്ടുണ്ട്. പിന്നെ മന്തി എടുത്ത് നേരെ ക്യാൻറ്റീനിലേക്ക് വിട്ട് ഫുഡ് കഴിക്കാനായി. നമ്മൾ മന്തി കഴിക്കുന്നതിൻ്റെ അടുക്ക് പല പല കോമഡീസ് ഉണ്ട്, ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഓരോന്നായിട്ട്. ഇത് പിന്നെ എൻ്റെ ഒരു പ്രത്യേകതര ഐറ്റാണ്. ലൈക്ക് ഇൻസ്റ്റയിൽ ഏതോ ഒരാളുണ്ടല്ലോ ഈ ഫുഡ് കഴിക്കുമ്പോൾ വയറ്റിലിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ള രീതി. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. ഉപ്പ് കൂടുതലടാ. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ കോമഡികൾ. ഇവർ ക്യാമറയെ കാണിച്ച് എല്ല് കഴിക്കുക, ക്യാമറക്ക് ചോറ് കൊടുത്തിട്ട് ചോറ് കഴിക്കുക, അങ്ങനെ പല പല. ഫുഡ് കഴിച്ച് ഞാൻ നേരെ എത്തിയത് സൈക്കോളജി ക്ലാസ്സിലേക്കാണ്. ഇവിടെ എനിക്ക് കുറച്ച് ടീംസ് ഉണ്ട്. നമുക്ക് അരവണ തെരുവാണ്. ശ്രീലക്ഷ്മിക്ക് സോ മച്ച് ലവ് എന്നോട്, അതുകൊണ്ട് ശ്രീലക്ഷ്മിക്ക് കുറച്ച് അധികം കിട്ടിയിരിക്കുന്നു ഗൈസ്. ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് മാത്രമേ കിട്ടിയത്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഗൈസ് അരവണ? നമുക്ക് വലിയ ഇഷ്ടം. ഇതുവരെ നമ്മൾ കൂട്ടുന്നതാണ് ഇതില്. ഇത് ഈ വോയിസ് കൂട്ടൂല. ശേഷം വീണ്ടും ക്ലാസ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊരു ഇവൻ്റൊക്കെ ഉണ്ടായിരുന്നു. ഇവൻറ്റിന് ഞാൻ പോയില്ലായിരുന്നു. പക്ഷെ എൻ്റെ സ്നേഹനിധികളായ ഫ്രണ്ട്സ് എൻ്റെ ഗിഫ്റ്റ്, അതായത് ഞാൻ ഒരു ക്വിസിന് പങ്കെടുത്തതിന് ഫസ്റ്റ് കിട്ടിയതിൻ്റെ എൻ്റെ ഗിഫ്റ്റ് ഞങ്ങൾക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അവർ. ഞാനും എൻ്റെ ഗ്ലോബും സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ലോകം കാണുന്നില്ലവരൊക്കെ എൻ്റെ കൂടെ വന്നാൽ മതി, നമുക്ക് ലോകം കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു കോളേജ് ഡേ വരുന്നത് കേട്ടോ. ഈവനിങ് ടൈം ഒരു റെയിൻബോ ഒക്കെ കണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ.